ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എക്സാം എല്ലാവർക്കും തന്നെ ടഫായിരുന്നു. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് പോയവർക്കൊക്കെ ടഫ് തന്നെയായിരുന്നു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നതിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ സ്കോർ ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ് പോയതിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയിലും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിലും ഒക്കെ ആയിട്ട് വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള PSCയുടെ ഭാഗത്ത് നിന്ന് ഇനി എക്സാം നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് ലൈൻമാൻ്റെത്. എക്സാം എന്ന് പറയുന്നത് 19/11/2025 അതേപോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഇലക്ട്രീഷ്യൻ്റെ ആണ്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ 28/11/2025 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് സബ് എഞ്ചിനീയറിൻ്റെയും അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെയും KSEBിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ സബ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29/11/2023 അതുകൊണ്ട് തന്നെ സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നീട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ആദ്യം നമുക്ക് എന്തായാലും സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരിക. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 300-ലധികം വേക്കൻസീസ് ആണ് സബ് എഞ്ചിനീയർ പോസ്റ്റിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയധികം വേക്കൻസീസും അതേപോലെ നല്ലൊരു പോസ്റ്റുമാണ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കേരള PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഉടൻ ഒരു 3 മാസത്തിൽ തന്നെ എക്സാംസും 3 അല്ലെങ്കിൽ 4 മാസത്തിലൊക്കെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങൾ ഇതിനായിട്ടൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതും അതേപോലെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏറെക്കുറെ കഴിയാറായതുമായിട്ടുള്ള പോസ്റ്റുകൾ, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അതിലൊന്ന് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത്. അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഓൾറെഡി കഴിഞ്ഞു. 29/8/2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. നെക്സ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ PWDയിലേക്കുള്ളത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/8/2023 അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയർ നമുക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നീട് പ്ലാന്റ് എഞ്ചിനീയർ, അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 പിന്നീട് അസിസ്റ്റന്റ് മാനേജർ കേരള സെറാമിക് ലിമിറ്റഡ്, അതേപോലെ അസിസ്റ്റന്റ് മാനേജർ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, പിന്നീട് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തുടങ്ങി നിരവധി പോസ്റ്റുകൾ പല ഡിപ്പാർട്ട്മെന്റ്സുകളായിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതും അതേപോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതുമായിട്ടുള്ള നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് പുറകിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇത്രയധികം പോസ്റ്റുകളാണ് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതും അതേപോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായതുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇപ്പം KSEB സബ് എഞ്ചിനീയറിന്റെയും അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാംസിനായിട്ട് തയ്യാറെടുത്ത് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം കഴിഞ്ഞു, അതിന്റെ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പം ഇപ്പോൾ സബ് എഞ്ചിനീയറിനായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുറകിന് വരുന്ന ഇത്രയധികം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പം ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരള PSCയിൽ ഇത്രയധികം അവസരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. അപ്പോൾ കേരള PSCയിൽ മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിലും നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ SSC JEEയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ 3 മുതൽ 6 വരെയുള്ള തീയതികളാണ് SSC JEEയുടെ എക്സാം നടക്കുന്നത്. SSC JEE എല്ലാ ഇയറിലും വിളിക്കുന്ന ഒരു എക്സാമാണ്. ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് RRB JEEയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലും ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ RRB JEEക്കായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/11/2025 അപ്പം ഇത്ര സെൻട്രൽ ഗവൺമെന്റിലും കേരള PSCയിലുമായിട്ട് നിരവധി അവസരങ്ങളാണ് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പം എൻ്റെ മുന്നിലുള്ള അവസരം കഴിഞ്ഞു, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം കഴിഞ്ഞതോടുകൂടി എൻ്റെ അവസരം കഴിഞ്ഞു, ഇനി ഞാൻ പഠിക്കുന്നില്ലെന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത്. ഇപ്പോൾ ആ എക്സാമിന് നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയത്, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഇനി വരുന്ന എക്സാംസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന സബ് എഞ്ചിനീയറിൻ്റെ KSEBിലേക്കുള്ള സബ് എഞ്ചിനീയറിൻ്റെ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നവംബർ 22 നമ്മൾ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു.
ഫുൾ ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ മെന്റർ സപ്പോർട്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ കണ്ടന്റും നമ്മുടെ ഈ പ്രീമിയം ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കും ഉള്ള കോച്ചിങ് നമ്മുടെ എൻഎസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.